ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ടേസ്റ്റായ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? വായോ നമുക്കുണ്ടാക്കാം. 2 ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വയ്ക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഒരു 2-3 സ്പൂൺ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട്, കയ്യിലുണ്ടെങ്കിൽ പാൽപ്പൊടിയും കൂടി ഇടാം. ഒരു 2-3 സ്പൂൺ അത്യാവശ്യം നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. പാല് ചൂടായി വരുന്ന ആ സമയത്തിൽ നമുക്ക് ഒരു 2 സ്പൂണ് പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, ഒരു 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ തിളച്ച് വരുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കൈ വിടാതെ ഇളക്കണം. കാരണം അറിയാലോ, കസ്റ്റാർഡ് പൗഡർ പെട്ടെന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 സ്പൂണോ 1 സ്പൂണോ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യാം. അത് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കൈ വിടാനേ പറ്റില്ല. അതിങ്ങനെ പെട്ടെന്ന് കുറുകും. അപ്പം അടി പിടിക്കാനും കുറുകി കട്ടയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ക്രീം ആവുന്നവരെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ട്രേയിലേക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ഷേപ്പിൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഷേപ്പിൽ ബ്രെഡ് കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മിൽക്കിൻ്റെ മിക്സിലെ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സെക്കൻഡ് ലെയർ വയ്ക്കാം. സെക്കൻഡ് ലെയർ വെച്ച് സെറ്റായതിന് ശേഷം ഈ മിൽക്കിൻ്റെ ക്രീം തന്നെ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലടിക്കണം. ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ആഡ് ചെയ്യുന്ന വീഡിയോ കട്ടായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം എല്ലായിടത്തും ആയതിനു ശേഷം കുറച്ച് നട്ട്സ് ഞാനിവിടെ ഇടുന്നത് കാഷ്യൂവും ബദാമുമാണ്. നിങ്ങളതിൽ ഏതാണുള്ളത് അത് യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്.